ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അതിനാൽ തന്നെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എല്ലാം ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ, അതുപോലെ എൻ്റെ ഈ ഒരു പേരെല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിന് താഴെയായി അവൈലബിൾ എന്ന് വന്നിരിക്കുന്നത് കാണാം. ജസ്റ്റ് നമുക്ക് ഈ ഒരു സെറ്റിങ്ങിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം താഴേക്ക് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ അവൈലബിൾ എന്നത് നമ്മൾ ഇപ്പോൾ ചാറ്റിന് അവൈലബിൾ ആണ് എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇങ്ങനെയല്ല, നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനാൽ തന്നെ നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവർക്കെല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു മെസ്സേജ് നമ്മുടെ പ്രൊഫൈലിൽ അവർ പോകുമ്പോൾ ഇതെല്ലാം തന്നെ അവർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വിസിബിൾ ഇൻ ചാറ്റ് ടു മൈ കോണ്ടാക്ട്സ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അവൈലബിൾ എന്ന് കൊടുത്ത് ഞാൻ മൈ കോണ്ടാക്ട്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും ഞാൻ അവൈലബിൾ ആണ് എന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇതല്ല, നിങ്ങൾ ഇപ്പോൾ ഫ്രീ ടു ചാറ്റ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ താഴെ ഓട്ടോമാറ്റിക്കായി കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ടു ചാറ്റ് അല്ലെങ്കിൽ സ്ലോ ടു റെസ്പോണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തിരക്കിലെല്ലാം ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് എല്ലാം ഇവിടെ വയ്ക്കുകയാണെങ്കിൽ സ്ലോ ടു റെസ്പോണ്ട് എന്ന് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പറയാതെ തന്നെ നമ്മൾ കുറച്ച് തിരക്കിലാണ്, അതിനാൽ തന്നെ നമ്മുടെ റെസ്പോൺസ് ചിലപ്പോൾ സ്ലോ ആയിരിക്കുമെന്നെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ ഈ വിസിബിൾ ഇൻ ചാറ്റ് ടു എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മൈ കോണ്ടാക്ട്സ് എന്ന് മാറ്റി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രമായി സെറ്റ് ചെയ്യാനും സാധിക്കും. അതായത് നമുക്ക് എവരിവൺ എന്ന് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാം. അതായത് നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ എല്ലാം ഉള്ളവർക്ക് അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എന്നാൽ മൈ കോണ്ടാക്ട്സ് എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സിലുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഈ തരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുമ്പോൾ കാണാൻ സാധിക്കുക. അതുപോലെ അടുത്തതായി മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെല്ലാം കോണ്ടാക്ട്സ് ആണോ ഒഴിവാക്കേണ്ടത് അവർക്ക് കാണാതെ മറ്റുള്ളവർക്ക് മാത്രമായി നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവർക്ക് ഈ സ്റ്റാറ്റസ് കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നോബഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആർക്കും തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റാറ്റസ് ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ മൈ കോണ്ടാക്ട്സ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്കിപ്പോൾ ട്രാവലിങ്ങിലെല്ലാം ആണെങ്കിൽ ട്രാവലിംഗ് അല്ലെങ്കിൽ ഹാങ്ങിങ് വിത്ത് ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് എല്ലാം ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജ് എല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഓൺ വെക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് എല്ലാം കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ ഒരു സ്റ്റാറ്റസ് ഓൺ വെക്കേഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു സ്റ്റാറ്റസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ നിങ്ങൾ ഏത് മൂഡിലാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് അവരെ അറിയിക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്